കരുതാത്ത ആൾക്കാർക്ക് മനസ്സന്മാര് കുത്തിയോര് ചടച്ചു. എന്തായി തീരുമാനം? തീരുമാനം എന്താ ആകാനാണ്? ഓലെന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങളല്ലേ. ഓല തന്നെ തീരുമാനിച്ചപ്പോഴോ ഇപ്പൊ ഇത് എങ്ങനെയാണ് മക്കളെ? കൊടുത്തോടുത്ത മകളും അല്ല കൊണ്ടുപോയിടുത്ത മരുവോടും അല്ലാത്ത പാകത്തര ആരെങ്കിലും ഒന്ന് പിടിച്ചുകാണ്ട് ഒരു മനുഷ്യനെ പിടിച്ചുകാണ്ട് അവിടെ കുത്തിരിച്ചൂടെ? മുഖ്യമന്ത്രിയാക്കാൻ ഇത് നമ്മളിത് നിക്കപ്പുറത്ത് ഇല്ലാതെയാണ് ഈ വോട്ട് ചെയ്തത്. വോട്ട് കഴിഞ്ഞിട്ട് 4-ാം ദിവസം എണ്ണിങ്ങാണ്ട് സമാധാനമില്ലായിട്ട് നിർത്തച്ചാട്ടിയാടി. ഇപ്പൊ കഴിഞ്ഞിട്ട് 89 ദിവസമായി. ഇതുവരെ ഓർക്ക് ആരും തീരുമാനിച്ചിട്ടില്ല. ഇതിപ്പോ എന്താണ് ഈ കോഴിക്കുട്ടിയാളെ മറുപടിയോലെ ഓര് ഇന്ന് വരും നാളെ വരും എന്താ പോലും തീരുമാനിച്ചത്? ഓനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം. ഞാനും ഇല്ലെങ്കിലും മക്കളെ ആ മറ്റേ വിജി സരീസനാണ് ആക്കിക്കളി. ഓൻ തന്നെ നിന്നോട്ടെ. ഇനിയിപ്പോ പഴയ മുഖ്യമന്ത്രിയെ പട കൊണ്ടുകൊണ്ട് വെക്കാൻ പറ്റൂലല്ലോ. ഇങ്ങനെ പോകുകയാണെങ്കിൽ ആ പഴയ മുഖ്യമന്ത്രിനെ മതിയേനി. ഇതിപ്പോ എല്ലാരും എന്തായി ഇതിമൊക്കെ വീട് ഇത് നല്ലതാട്ടെ നല്ലതായി. ഇപ്പൊ അത് പഠിച്ചതുമില്ല കുടിച്ചതും ഇല്ലാതായി. പൊന്നാറ് മക്കളെ ഇന്ന് നേരം നാളെ നേരം തീരുമാനിച്ച് അവിടെ ഒന്ന് കൊണ്ടുപോയി കുത്തിരിച്ചോ. മാസം ഒന്നാകാൻ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടണം. പിന്നെ തന്നെയല്ല ഞങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർക്ക് ഒരു പണിക്ക് പോകണമെങ്കിൽ ആ ബസ്സിനൊന്ന് കാര്യം കണ്ടു 2 ദിവസം കാര്യം മരിച്ചൂടെ വെറുതെ? ബസ്സൊക്കെ ചെന്നായി വരുന്നുണ്ടോ ബന്ധമൊന്നും ആരും മണ്ടിച്ചെന്ന ചെന്നായി കടിച്ചെന്ന് ആരോട്ട് മണ്ടിച്ചെന്നോലും ഇന്ന ഭാഗമാവും. അത് എന്തേലും ഒന്ന് തീരുമാനിച്ചു ഇന്ന് തന്നെയും ജപ്പം കല്ലുണ്ട്. അപ്പൊ നമ്മൾ ആരും അധ്വാനിച്ചവർക്ക് കൂലി കൊടുക്കി. അപ്പൊ അധ്വാനിച്ചവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുക. ഇന്നപ്പോ ഇതിന്റെ പരിപാടി കഴിഞ്ഞല്ലോ. ഇത് തിന്നൂല തീറ്റിച്ചൂല. എത്ര ദിവസമായിട്ട് മക്കളെ നായാട്ട് തുടങ്ങിയിട്ട്. ഇനിയിപ്പോ ആദ്യം എന്ത് കാട്ടണം? ഈ ഒഴിവാക്കിയപ്പോ ഈ നമ്മളെ പിണറായി സർക്കാരെ തന്നെ അവിടെ കൊടുത്ത് കുത്തിരിച്ചണ്ടി എത്തുന്നതിലാണെങ്കിൽ പൊന്നാറിന്റെ മക്കളെ കുറച്ച് ദിവസമായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച. ആരാകും നിങ്ങൾ അങ്ങനെ നടന്നൂടി. നിങ്ങൾക്ക് എന്ന് ഭരണം കിട്ടിയാലും നിങ്ങൾ ഇങ്ങനത്തെ നിങ്ങൾക്ക് കരുതാത്ത ആൾക്കാർക്ക് മനസ്സന്മാര് കുത്തിയോര് ചടച്ചു. കണ്ണ് കട്ടക്കാരൻ കുത്തിയോടെ നിങ്ങൾ ജയിച്ചാലും നിങ്ങൾ ഇത് ഇങ്ങനത്തെ തന്നെയാ കാരണം.